പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കനത്ത മഴ തന്നെ അല്ലേ? എല്ലായിടും മഴ തന്നെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സിനിമയുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ തണുപ്പായാലും മഴയായാലും വെയിലായാലും എല്ലാം ലാലേട്ടനെ പറ്റി അറിയാനുള്ള താല്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന് തന്നെ കരുതട്ടെ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. കണ്ണപ്പ എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ 27-ാം തീയതിയാണ് ഈ ചിത്രം റിലീസാവുന്നത്. വിഷ്ണു മഞ്ജു നായകനാകുന്ന ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്നു. മികച്ച ഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു. അവിടെ മോഹൻ ബാബു ഉൾപ്പെടെയുള്ള മികച്ച അഭിനേതാക്കൾ അവിടെ വരികയൊക്കെ ചെയ്തു. അവിടെ ലാലേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. അത് മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് മോഹൻലാലിൻ്റെ പേര് കേൾക്കുമ്പോഴെല്ലാം ആരാധകർ നിറഞ്ഞ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. ആർപ്പുവിളികളുമായിട്ട് ലാലേട്ടനെ എതിരേൽക്കുന്നത് കണ്ടു. ലാലേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ എന്ന് കൃത്യമായിട്ട് മലയാള സിനിമയിൽ പറയാൻ പറ്റിയൊരു നടൻ മോഹൻലാൽ മാത്രമാണ് എന്ന് തോന്നുന്നു. ഏത് ആപത്ത് കാലത്തും ഏത് നന്മയിലും ഒക്കെ കൂടെ നിൽക്കുന്ന മോഹൻലാൽ ആരാധകർ ഇന്നലെ നിറഞ്ഞാടുന്ന ദിവസമായിരുന്നു ഇന്നലെ കണ്ടത്. കണ്ണപ്പ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട മോഹൻലാൽ എന്ന് പറയുന്ന നടന് അത് കുറച്ച് റോളെങ്ങാണ്ടേ ഉള്ളൂ. അതൊരു സ്നേഹബന്ധത്തിന് അവരൊരു കുടുംബം പോലെ മോഹൻ ബാബുവും വിഷ്ണു മഞ്ജുവും ഒക്കെ ആയിട്ടൊരു ഒരു കുടുംബം പോലെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ആ ചിത്രത്തെ അഭിനയിച്ചതേ ഉള്ളൂ. അതൊരു മികച്ച കഥാപാത്രമെന്ന് തെലുങ്ക് ആരാധകർ പറയുന്നുണ്ടെങ്കിലും അതുപോലെ ട്രെയിലറിൽ പ്രവാസും മോഹൻലാലിൻ്റെയും രംഗങ്ങളെല്ലാം തിമിർത്തു എന്ന് ആരാധകർ പറയുന്നുണ്ട്. അതുപോലെ മില്യൺ കണക്കിന് ആൾക്കാർ ഈ ട്രെയിലർ കാണുന്നുണ്ട്. എല്ലാ ഭാഷയിലും ഈ ട്രെയിലർ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ഭാഷയിലും എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ഭാഷയും തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാ ഭാഷയിലും മോഹൻലാൽ തന്നെ തൻ്റെ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ മികച്ച ഒരു ട്രെയിലറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെലുങ്ക് ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് കൃത്യമായിട്ട് പ്രവചിക്കുകയോ, പക്ഷേ ട്രെയിലർ കാണുന്ന പോലെ ആയിരിക്കത്തില്ല സിനിമയിൽ കാണുന്നത്. സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാകാം ട്രെയിലറിൽ കാണുന്നത്. ചിലപ്പോൾ ട്രെയിലർ കാണുന്ന പല സംഭവങ്ങളും സിനിമയിൽ കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഏതായാലും മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ പറ്റി വിഷ്ണു മഞ്ജു പറഞ്ഞത് വാക്കുകൾ ഇപ്പം വൈറലാവുന്നുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനെപ്പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ മോഹൻ ബാബു അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടട്ടെ എന്ന് പറയുന്നു. അതിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ഞാൻ വില്ലനായിക്കോളാം, സാർ നായകനായിക്കോളാം. അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഏതായാലും അവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു പടം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. കാരണം മോഹൻ ബാബു എന്ന് പറയുന്ന മികച്ച ഒരു നടനാണ്. 500 ചില്ലുവാനും സിനിമകളോടും അഭിനയിച്ച ഒരു മികച്ച അഭിനയ പ്രതിഭ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അവർ തമ്മിലുള്ളൊരു പടം അവരുടെ ഒരു ആഗ്രഹമാണ്. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആകപ്പാടെ നിറഞ്ഞു നിൽക്കുക. അതിനിടയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ലുക്ക് വളരെ നന്നായിരിക്കുന്നു എന്ന് തന്നെ എല്ലാവരും പറയുന്നു. ഈ ലുക്ക് സത്യം പറഞ്ഞാൽ എം എന്ന ചിത്രത്തിൻ്റെ മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഭഗത് ഫാസിൽ, നയൻതാര ഇവരെല്ലാവരും കൂടെ ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ ലുക്ക് തന്നെയാണ്. ഇന്ന് മോഹൻലാൽ രാവിലെ തന്നെ ശ്രീലങ്കയിലേക്ക് പുറപ്പെടുന്നു. അവിടെ ഈ ചിത്രത്തിൻ്റെ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരാഴ്ച അവിടെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മോഹൻലാലിൻ്റെ ലുക്ക് എല്ലാം പെട്ടെന്ന് വൈറലായി. ആ ലുക്കിലൂടെയാണ് മോഹൻലാൽ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുമോ എന്നറിയില്ല. ഏതായാലും ബാക്കിയുള്ളവരുടെ രംഗങ്ങൾ ചിത്രീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനുശേഷം മോഹൻലാൽ മറ്റൊരു ചിത്രത്തിൽ അതിഥിതാരമായിട്ട് എത്തുന്നു. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഈ മാസം അടുത്ത മാസം ആദ്യമോ മോഹൻലാൽ ദിലീപിൻ്റെ ബബ്ബബ്ബ എന്ന ചിത്രത്തിലെ ഭക്തി ബഹുമാനം ഈ ഒരു ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നുണ്ട്. ശ്രീ ഗോകുലം മൂവീസാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള ഈ ചിത്രവും ലാലേട്ടൻ ഈ മാസമോ അടുത്ത മാസം ആദ്യമായിട്ട് അഭിനയിക്കും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ മോഹൻലാൽ ചിത്രങ്ങളിലെ മോഹൻലാൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അപ്ഡേറ്റ് വരുന്നുണ്ട്. ഹൃദയപൂർവ്വം എന്ന ചിത്രം ഇറങ്ങുന്നു. അതുപോലെ തന്നെ ജൂൺ 27 കണ്ണപ്പ എന്ന ചിത്രം ഇറങ്ങുന്നു. കണ്ണപ്പ എന്ന ചിത്രം
വളരെയധികം പ്രതീക്ഷയോട് തെലുങ്ക് പ്രേക്ഷകരൊക്കെ മുന്നിൽ കാണുന്ന ചിത്രം തന്നെയാണ്. കാരണം പ്രഭാസ്, മോഹൻലാൽ, അക്ഷയ് കുമാർ, ശരത് കുമാർ, അങ്ങനെ വേണ്ട ഒരു നീളം ഒത്തിരി മികച്ച താരങ്ങൾ ഓരോ എന്താ പറയുന്നത് ഇൻഡസ്ട്രിയിൽ നിന്നും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം മികച്ച ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം മികച്ച വിജയമാകും എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ചിത്രം വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാം. അതൊരു വിജയമായി മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇതിനിടയിൽ ചോട്ടാ മുംബൈ എന്ന ചിത്രം, മോഹൻലാലിൻ്റെ റീ റിലീസിങ് ചിത്രമായ ചോട്ടാ മുംബൈ ഞായറാഴ്ച മികച്ച കളക്ഷനുമായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ്. അത് എല്ലായിടവും മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും ഒക്കെ കാണുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ഏകദേശം 40 ലക്ഷത്തിന് അടുത്തുള്ള കളക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 25 ലക്ഷത്തിന് മുകളിലാണ് ഇന്നലെ കളക്ഷൻ നേടിയെങ്കിൽ ഇന്ന് 40 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ നേടുന്നു. ഏകദേശം 4 കോടി രൂപയ്ക്ക് അടുത്ത് കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഇന്നുകൊണ്ട് കളക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 5 കോടിക്ക് അടുത്തുള്ള കളക്ഷനും ആണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഒറ്റ ദിവസത്തെ കളക്ഷൻ അല്ല പറയുന്നത്, വേൾഡ് വൈഡായിട്ടുള്ള കളക്ഷൻ 10 ദിവസം കൊണ്ട് ഏകദേശം 5 കോടിക്കുള്ള അടുത്തുള്ള കളക്ഷനും പ്രതീക്ഷിക്കുന്നു. അപ്പം ചോട്ടാ മുംബൈയുമായിട്ട് ബന്ധപ്പെട്ട പല വിശേഷങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദ് അപർണ തിയേറ്ററിൽ ഈ ചിത്രത്തിൻ്റെ ആദ്യ ഷോ 8 മണിക്ക് ആരംഭിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം ഈ ചിത്രം 11 മണിക്കും ഷോ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ 10:30 ഷോ ഉണ്ടായിരുന്നു. അവിടെ ആരാധകർ അങ്ങ് അറുമാദിക്കുന്ന കാഴ്ചകളും അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഹൈദരാബാദിൽ ഇതിൻ്റെ 3 ഷോയും ഹൗസ്ഫുള്ളായിട്ട് ഓടി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അങ്ങനെ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് ചോട്ടാ മുംബൈ കേരളത്തിൽ മാത്രമല്ല അങ്ങ് വിദേശങ്ങളിൽ നേരിടുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും UK അമേരിക്കയിലായാലും അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലായാലും ചോട്ടാ മുംബൈ എന്ന ചിത്രം ഒരു തരംഗമായി ആഞ്ഞിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഷോകളുടെ എണ്ണം കൂടി. വിദേശ രാജ്യങ്ങളിലെല്ലാം ഷോയുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പം മികച്ച രീതിയിലുള്ള ഓവർസീസ് കളക്ഷൻ തന്നെ ഈ ആഴ്ച പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അപ്പം ചോട്ടാ മുംബൈ ഏത് ലെവലിൽ ചെന്ന് നിൽക്കും എന്നുള്ളത് യാതൊരുവിധ എന്തൊന്നും കിട്ടുന്നില്ല. ഏകദേശം ഇത് 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കടക്കുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അത് ഏത് ലെവൽ വരെ എത്തും? 1.5 കോടി രൂപ നേടിയ 1.5 കോടി രൂപയാണെന്ന് തോന്നുന്നു ദേവദൂതൻ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ. അത് കവച്ചു വെച്ച് മുന്നേറുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എനിക്ക് തോന്നുന്നു ദേവദൂതനെ പോലെ ഒരു തിയേറ്ററുമൊക്കെ ഈ ചിത്രം റിലീസ് ചെയ്യുന്നെങ്കിൽ എപ്പോഴേ 10 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തകർത്തേനെ അല്ലേ. അപ്പോൾ ഈ മഴക്കാലത്തും ചോട്ടാ മുംബൈ ഒരു തരംഗമായിട്ട് ആഞ്ഞടിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. 3 ചിത്രങ്ങളാണ് ഇപ്പം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടുന്നത്. റോന്തും, വ്യസനപൂർവ്വം, വ്യസന സമേതം, ബന്ധുമിത്രാദികൾ, അതുപോലെ ചോട്ടാ മുംബൈ. ഈ 3 ചിത്രങ്ങളാണ് 1, 2, 3 സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതും പ്രത്യേകം നമ്മൾ ഓർക്കണം. ഈ 10ാമത്തെ ദിവസവും ചോട്ടാ മുംബൈ ഇവിടെ ട്രെൻഡിങ് ഇനത്തിൽ ഇപ്പോഴും സ്ഥാനം പിടിക്കുന്നു. അപ്പം ചോട്ടാ മുംബൈ തരംഗം തന്നെ ഇവിടെ ആഞ്ഞടിക്കട്ടെ. മോഹൻലാലിൻ്റെ പുതിയ പുതിയ ചിത്രങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹം സജീവമാകട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ, ബൈ.